സ്വാലി, ഇപ്പോൾ ജനകീയ തെരച്ചിൽ ഇന്നിപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രി വന്നതുകൊണ്ട് ജനകീയ തെരച്ചിൽ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ തെരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് എത്ര മണിവരെ തെരച്ചിൽ തുടരാനാണ് തീരുമാനം? ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെയാണ് തെരച്ചിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? മനു, ഏതാണ്ട് 1500ഓളം പേർ ഇന്ന് ഈ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമാവുന്നുണ്ട്. അത് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരുണ്ട്, ക്യാമ്പിൽ കഴിയുന്ന ആളുകളുണ്ട്, ഈ പ്രദേശത്തെ ജനപ്രതിനിധികളുണ്ട്, പഞ്ചായത്ത് അംഗങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ വളരെ ഈ പ്രദേശവുമായി നല്ല പരിചയമുള്ള ആളുകളെ ഉൾപ്പെടുത്തി തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് തെരച്ചിൽ നടക്കുന്നത്. ഏതാണ്ട് 6 മേഖലകളാക്കി, ഈ ദുരന്ത മേഖലയെ 6 സോണുകളാക്കി തിരിച്ച് ചെറു സംഘങ്ങളായി രാവിലെ 8 മണി മുതൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ചൂരൽമലയിൽ ഇത്തരത്തിൽ കാര്യമായ തെരച്ചിലുകളില്ല. ഇവിടെ നേരത്തെ ഗതാഗത സൗകര്യമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തെരച്ചിൽ പൂർത്തിയായ സ്ഥലങ്ങളാണ്. ബെയിലി പാലം ബലപ്പെടുത്തുന്നതിൻ്റെ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാലം കുറച്ച് നാൾ കൂടി, പുതിയൊരു പാലം വരുന്നത് വരെ ഇവിടെ നിലനിർത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് കുറച്ചുകൂടി ഉറപ്പുള്ള തൂണുകൾ ആവശ്യമുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ ചില സന്നദ്ധ സംഘടനകളുടെയൊക്കെ സഹായത്തോടെ സേനാംഗങ്ങൾ തന്നെയാണ് ഇത് നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ ഈ പുഴ കുറച്ചുകൂടി സുഗമമായി ഒഴുകുന്നതിനാവശ്യമായ കാര്യങ്ങളൊക്കെ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചൂരൽമലയിൽ നടക്കുന്നത്. പ്രധാനമായും ഈ ആളുകളിൽ നിന്ന്, ഈ പ്രദേശം വളരെ പരിചയമുള്ള ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ സംശയങ്ങളോ അവരെന്തെങ്കിലും അഭിപ്രായമോ ഒക്കെ പറയുകയാണെങ്കിൽ ആ ഭാഗത്ത് കൂടുതൽ തെരച്ചിൽ നടത്തുക. ഈ വീടുകളൊക്കെ നിന്നിരുന്ന സ്ഥലങ്ങൾ, ചെറിയ ആഴങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ വളരെ പരിചയമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ച് ആ പ്രദേശത്ത് കൂടുതലായി തെരച്ചിൽ നടത്തുക എന്ന് തന്നെയാണ്. ശരി, അത് വ്യക്തമാണ് സ്വാലി. നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാൻ കഴിയുന്നുണ്ട്. തദ്ദേശീയരായ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തെരച്ചിൽ നടത്തുന്നത്. ഏകദേശം 1500 പേരാണ് ഇന്നിപ്പോൾ തെരച്ചിലിന്റെ ഭാഗമായിട്ട് അവിടെയുള്ളത്.